ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ദേവ് ക്രിയേറ്റ്സ്. അപ്പം എൻ്റെ അടുത്തൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫേവറേറ്റ് ഡേ ആണ്. ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ. ഞാൻ 13 ഇയേഴ്സ് ആവുകയാണ്. അപ്പം ഇന്ന് കുറേ പരിപാടികളുണ്ട്. കേക്ക് കട്ടിംഗ് ഉണ്ട്, പിന്നെ ഗിഫ്റ്റ് ട്രഷർ ഹണ്ട് ഉണ്ട്. അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് പാർട്ട്. പിന്നെ ഞങ്ങൾ ക്യാൻഡിലൊക്കെ വെച്ചൊക്കെ കട്ട് ചെയ്യണം. അപ്പം കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തന്നില്ലായിരുന്ന, അതിൽ നിങ്ങൾ ആരെങ്കിലും കമൻ്റ് ഇട്ടായിരുന്ന കറക്റ്റായിട്ട്? പക്ഷെ ആരും ഇട്ടില്ല, ഗസ്റ്റും ചെയ്തില്ല. പക്ഷെ അത് കുഴപ്പമില്ല, ആദ്യമായിട്ട് ഇടയല്ലേ. അപ്പം ഞങ്ങൾ ഏത് സ്ഥലത്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് തന്ന ടാസ്ക്. ദേ കണ്ട, ഇപ്പം ഞങ്ങൾ കുമളിയിലുള്ളൊരു ഹോം സ്റ്റേയിലാണ്. തേക്കടിയിലുള്ളൊരു ഹോം സ്റ്റേയിലാണ്. ഇതാണ്ട് അമ്മൂസ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേയിൽ. അപ്പം നിങ്ങൾ കറക്റ്റ് ഗസ് ചെയ്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതാണ് സ്ഥലം. പക്ഷെ വഴിയൊക്കെ കാണുമ്പോൾ ഒരു ഊട്ടിയിലൊക്കെ പോകുന്ന വഴിയാണ് കൊണ്ട് ഞാൻ കഴിഞ്ഞ ഷോർട്സ് ഇട്ടത്. അപ്പം ഇനിയിപ്പം അവിടെ ഭയങ്കരമായിട്ട് ഗിഫ്റ്റ് റാപ്പിംഗ് പരിപാടി നടക്കുകയാണ്. ഞങ്ങളത് ഈ റൂമിലാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല, ഗിഫ്റ്റ് റാപ്പിംഗ് കാരണം. അതുകൊണ്ട് അവർ റാപ്പ് ചെയ്തോട്ടെ. ഞാൻ പുറത്തിങ്ങനെ നിൽക്കാം. ഇവിടെ നല്ല മനോഹരമാണ്. അത് കണ്ട, രണ്ട് കാട്ടുകൊത്തുകളുണ്ടായിരുന്നു പോയെന്ന് തോന്നുന്നു. ഈ പൂവൊക്കെ നോക്കി എന്ത് ഭംഗിയുന്നുണ്ടാ. ഇവിടെ നിറച്ച് പൂക്കളുണ്ട്. ഞാൻ നിങ്ങളെ പൂക്കളൊക്കെ കാണിച്ചു തരാം. ഈ ചെടി ഉണ്ടായി, ഇതാണ് ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ്. കാരണം ഫേവറേറ്റ് ആവാൻ ഒരു റീസൺ ഉണ്ട്. ഇത് നല്ല ഭംഗിയാണ്, പക്ഷേ മെയിൻ റീസൺ അതല്ല. ഇത് പിച്ചിയിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇത് നമുക്ക് എവിടെയെങ്കിലും വെച്ചാൽ പൊട്ടും. സാധാരണ ഞാൻ കയ്യിലാണ് ചെയ്യുന്നത്. ഞാൻ കയ്യിൽ ഫോൺ പിടിച്ചേക്കാം. അപ്പോൾ ഇവിടെ കാണിച്ചു തരാം. കണ്ടാ, സൗണ്ട് പൊട്ടിയണ്ട. അപ്പം ഇത് വേറെ ചെടി, നമ്മൾ മിക്ക സ്ഥലത്തും കാണുന്ന ചെടിയാണ്. നല്ല ഭംഗിയുണ്ട്. ഈ പൂക്കൾ കണ്ടാ, ഇത് നല്ല ഭംഗിയാണ്. ഞാൻ വന്ന ദിവസം എൻ്റെ ഡ്രസ്സിന് മാച്ചിങ് ആയിരുന്നു. നോക്ക്, നല്ല ഭംഗിയില്ലേ. അടുത്തേ ഇതോ ഇവിടെ ഒത്തിരി ഉണ്ട്. ഇപ്പോഴാണ് കാണുന്നത്. അതെ, ഈ വെള്ളപ്പൂക്കൾ, അത് എൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ. ട്രാൻസ്പെറൻറ്റ് വൈറ്റ് കണ്ടാ, അങ്ങനെ ഇരിക്കുന്നു. ഒത്തിരി പൂക്കളുണ്ട് ഇവിടെ. അടുത്ത പൂക്കൾ, ഇത് ഈ പൂവ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇത് ചെമ്പരത്തി ഒക്കെ കണക്കുണ്ട്. ചെമ്പരത്തി ആണോ? അല്ല, ചെമ്പരത്തി അല്ല. അത് നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഭയങ്കര നല്ലത്. ഒത്തിരി ഇതാണ്. ഈ പൂക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഒത്തിരി അങ്ങ് പൂക്കും. ഇത് നമ്മുടെ മെയിൻ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാത്തുള്ള റോസാപ്പൂ ഇല്ലാത്ത വീടുണ്ടോ? വീടോ ഹോം സ്റ്റേ എന്തെങ്കിലുമൊക്കെ. ഇവിടെ ഫുള്ള് കാട് പോലെയെന്ന് വെച്ചാൽ ഫുള്ള് കാടല്ല, അങ്ങോട്ടൊരു സ്ഥലമാണ്. ഇവിടെയൊക്കെ ഒരു കുറേ വണ്ടി എന്തൊക്കെയുണ്ട്. മൊത്തത്തിലൊരു കാടല്ല, എന്താ പറയുക, അത് ആരുടെ ഒരു പ്രോപ്പർട്ടിയാണതാ. ഇവിടെയൊക്കെ കണ്ട നല്ല പൂക്കളുണ്ട് അവിടെ. ഇങ്ങനെ വരും. ഇപ്പം ഇവിടെ കുറേ റൂംസൊക്കെ ഉണ്ട്. ഞങ്ങളുടെ റൂം അത് ഞങ്ങൾ പറഞ്ഞെടുത്ത റൂം അത്. അപ്പം ഇങ്ങനെ നടക്കുന്നതാണ്. ഇപ്പം റൂമിൻ്റെ ചൂറല്ല ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങോട്ട് ഓരോ സ്റ്റെപ്പ് ഉണ്ട്. ടെറസിലേക്ക് പോകും. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല അവിടെ. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതുവരെ കാണിച്ചു തന്നല്ലോ. അപ്പം അത് നമുക്ക് കാണാം. ഞാൻ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. എനിക്ക് വന്ന് വെസ്റ്റ് സൈഡിൽ നിന്നാണ് വന്നെടുത്തത്. തോന്നുന്നുണ്ട് ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഒരു പലാസോ പോലുള്ളൊരു പാൻറ്റ്. ഈ ജീൻസ് മെറ്റീരിയൽ അല്ല, നല്ല കോട്ടൺ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് എന്തായാലും. എന്നിട്ട് ഇതൊരു ഷർട്ടൊക്കെ പോലെ ഡ്രസ്സ്. ഇത് വേണമെങ്കിൽ നമുക്ക് ബട്ടൺസ് ഉണ്ട്. ബട്ടൺസ് ഊരിയിട്ട് അകത്ത് വേറെ ടീഷർട്ട്സ് എന്തെങ്കിലും ഇട്ടിട്ട് ഒരു കോട്ടായിട്ട് ഇടാം. ഇത് അവിടെ കോട്ടായിട്ട് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് ഞാൻ ഇങ്ങനെ എടുത്തത്. ഞാൻ കോട്ടായിട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ കാണിച്ചു തരാം. അപ്പം ഇത് ജീൻസിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയലാണ്, എന്നാലും നല്ല കംഫർട്ടബിളാണ്, ഈ ക്ലൈമറ്റിന് പറ്റിയത്. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇതിലൊരു പൂവിൻ്റെ ക്ലിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്?
ഇവിടെ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട്. പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. മഴ പൊടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇതിൽ കാണാൻ പറ്റില്ല, പാടാ. ശരിക്കും മഴ പൊടിക്കുന്നുണ്ട്. നല്ലോണം പൊടിക്കുന്നുണ്ട്. മുഖത്തൊക്കെ വെള്ളമൊക്കെ പറ്റി. മഴ പൊടിക്കുന്നുണ്ട്. അമ്മ മഴ പൊടിക്കുന്നത്, പെട്ടെന്നാവട്ടെ. എക്സൈറ്റഡ്. ഈ കമ്മൽ കണ്ട ഇങ്ങനെയുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. ഒരു കടയിൽ ചെന്നപ്പോൾ കണ്ടു, ഇഷ്ടപ്പെട്ട് എടുത്തു. ഇത് ക്ലിപ്പ് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലോ. എൻ്റെ ഫ്രണ്ട് ദക്ഷ തന്നെയാണ്. അപ്പം അവൾക്കൊരു ചാനലൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. നല്ല രസമുണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല പച്ചപ്പും ഹരിതാഭയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലം. അപ്പോൾ ഇതുവരെ അവർ ഗിഫ്റ്റ് റാപ്പ് പൊതിഞ്ഞ് കഴിഞ്ഞില്ല. അതുവരെ വെയിറ്റ് ചെയ്യണം. മഴക്കോൾ വരുന്നുണ്ട്. 10 മണിക്ക് മുമ്പ് കേക്ക് കട്ട് ചെയ്യണം. കാരണം 10 മണി കഴിഞ്ഞാൽ രാവുകാലമാണ്. അപ്പം ഞാൻ വെയിറ്റിംഗ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർ പറഞ്ഞ 2 ഗിഫ്റ്റ് ആക്കണം. അപ്പം ട്രഷർ ഹണ്ടിലൂടെയാണ് ഗിഫ്റ്റ് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം വെരി എക്സൈറ്റഡ്. നമുക്ക് അപ്പം ഇനി ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് പരിപാടി തുടങ്ങുമ്പം കാണാം. കുറേ മുട്ടായികളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഫെറോ റോഷറും അങ്ങനെ കുറേ മുട്ടായി, ഡയറി മിൽക്ക്, കിൻഡർ ജോയുടെ അതൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങുമ്പം കാണാം. പിന്നെ ഇന്ന് ജാനുവരി 2 കേട്ടോ, അന്ന് എൻ്റെ ബർത്ത്ഡേ. ഇന്നലെ ഒരു സംഭവം നടന്നു. ഞങ്ങൾ മെനഞ്ഞാന്നാണ് ഈ കുമളിയിൽ വന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഷോർട്സൊക്കെ ഇട്ട് അന്ന് തന്നെയാണ് ഇട്ടത്. ബ്രൈറ്റ്നെസ് അടിക്ക് പോകണം. അപ്പം മെനഞ്ഞാന്ന് ഞങ്ങൾ കുമളിയിൽ വന്നിട്ട് ഇതുപോലെ ഞാൻ നേരെ വർക്കലയിൽ നിന്നാണ് വന്നത്, അച്ഛയുടെ സ്ഥലത്ത് നിന്ന്. അപ്പം അവിടുന്ന് വന്നിട്ട് ബ്രൈറ്റ്നെസ് ഇടയ്ക്കിടയ്ക്ക് ഇതാവും, അതാ സ്റ്റക്കാവുന്നത്, കുറഞ്ഞും പൊങ്ങിയൊക്കെ ഇരിക്കുന്നത്. അതെന്തെങ്കിലും ആട്ടെ. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വർക്കലയിൽ നേരെ കുമളിലേക്ക് വന്ന്. അപ്പോൾ ആ ചൂടിൽ നേരെ തണുപ്പത്തേക്ക് വന്നു. ഇവിടെ ആയപ്പം ഭയങ്കര തണുപ്പില്ലായിരുന്നു ആദ്യം, പക്ഷേ രാത്രിയാകുമ്പോൾ നല്ല തണുപ്പായിരുന്നു, കിടുങ്ങും അത്രയ്ക്ക് തണുപ്പ്. അപ്പോഴത്തേക്കും ഇവിടെ AC ഒന്നുമില്ല, ഫാൻ ഇട്ടിട്ട് തന്നെ തണുക്കുന്ന അവസാനം ഫാൻ ഓഫ് ചെയ്യാൻ വേണ്ടി വരെ വന്ന്, പക്ഷേ ഓഫ് ചെയ്തില്ല. അച്ഛക്ക് തണുപ്പ് വേണം, അച്ഛക്ക് ഓവർ തണുപ്പ് വേണം. അച്ഛൻ നല്ല പുതച്ചിട്ട് ഇരിക്കും. അച്ഛൻ നല്ല പുതപ്പ് വെച്ച് ഭയങ്കരമായിട്ട് ചൂട് നല്ലോണം പുതപ്പ് വെച്ചൊക്കെ പുതച്ച് കിടക്കും, എന്നിട്ട് ഫാനിടും. അതാണ് ചെയ്യുന്നത്. അപ്പം ഇന്നൊക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇന്നലെ എണ്ണീച്ചപ്പം എനിക്ക് കണ്ണ് ചുമന്നിരിക്കുകയായിരുന്നു, എൻ്റെ കണ്ണ്. അത് അലർജിയുടെ എന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് അലർജി വരുമായിരുന്നു. ഇടയ്ക്ക് ഹൗസ് ഷിഫ്റ്റിംഗ് ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പം അന്ന് തുടങ്ങിയതാണ് പൊടി അടിക്കുന്ന വരും. അപ്പോൾ ഞാൻ അതിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അതങ്ങ് വിട്ടു. ഞങ്ങൾ തേനിയിൽ പോയി, നേരത്തെ കറങ്ങാൻ വേണ്ടി മുന്തിരിത്തോട്ടമൊക്കെ കാണാൻ വേണ്ടി തേനിയിൽ പോയി. അവിടെ നല്ല ചൂടല്ലേ, അപ്പം ആ ചൂടിൽ നിന്ന് തിരിച്ച് ഒറ്റയടിക്ക് തണുപ്പിലേക്ക് വന്നപ്പം എൻ്റെ പിന്നെ നല്ല ഒറ്റയടിക്ക് വന്ന്. ഇവിടെ വന്നപ്പോൾ ആദ്യം ചൂടായിരുന്നിട്ട് പിന്നെ തണുപ്പായി. ഹലോ അച്ഛാ. ഹായ്. അച്ഛൻ അവിടെ നിൽക്കുകയാണ്, കുളിച്ചിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എന്നിട്ടും കണ്ണിയൊക്കെ മാറുന്നില്ല. ഞങ്ങൾ വണ്ടി പോയപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ശ്രദ്ധിച്ചേ. അപ്പം അവസാനം ഞങ്ങൾക്കറിയാവുന്നൊരു ഡോക്ടറുണ്ട്, വേണു ഡോക്ടറുണ്ട്. അപ്പം അവിടെ ഉള്ള കൊല്ലത്ത് വെളിയത്തുള്ളതാണ്. അപ്പോഴത്തേക്ക് അവിടെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചേ. അപ്പോൾ പറഞ്ഞ് ഒരു മരുന്ന് എനിക്ക് തന്ന് അത് കഴിച്ചോന്ന് പറഞ്ഞ്. ഞാൻ എൻ്റെ മരുന്ന് ഉച്ചയിടയ്ക്ക് ഒരു മരുന്നുണ്ടായിരുന്നു, അതൊരു വലിയ കഥയാണ്, പിന്നെ പറയാം. അപ്പം ഈ കണ്ണിനുള്ള ഇല വേണം എന്നാൽ. അപ്പോൾ ഇതുവരെ ചുമന്ന് വന്നു. അപ്പം ഡോക്ടറെ വിളിച്ചപ്പോൾ ഒരു മരുന്ന് തന്നു, ഒന്നെങ്കിൽ ചെങ്കണ്ണ് അല്ലെങ്കിൽ അലർജിയുടെ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടിനും ആ മരുന്ന് മതി എന്ന് പറഞ്ഞാൽ ആ മരുന്ന് കണ്ണിലൊഴിക്കണം. ഒരു വട്ടം ഒഴിച്ചപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. 2 നേരം ഒഴിക്കാൻ പറഞ്ഞ് ഇനി ഇന്നലെ തന്നെ 2 വട്ടം ഒഴിച്ച് അങ്ങനെ അത് മാറി. അപ്പോൾ അത് ഫുള്ള് മാറി. എന്നാലും ഇന്ന് ഞങ്ങൾ 2 വട്ടം ഒന്ന് ഒഴിക്കും. ഒരു വട്ടം ഒഴിച്ച് രാവിലെ ഇനി രാത്രി കൂടെ ഒഴിക്കണം. അപ്പം ഞങ്ങളാണെങ്കിൽ കേക്കൊക്കെ ഓർഡർ ചെയ്ത് ക്യാൻസൽ ചെയ്യാൻ വരെ പോയതാണ്. ഇത് കാരണം പിന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യണ്ട, ഇത് മാറും. അപ്പം മാറി, ക്യാൻസൽ ചെയ്യണമെങ്കിൽ നഷ്ടമായിരുന്നു. ഇത് മാറി, അപ്പം സെറ്റായി. അപ്പം ഇനി നമുക്ക് ശരിക്കും കേക്ക് കട്ട് ചെയ്യുന്ന പാർട്ടി തുടങ്ങുന്ന സമയത്ത് കാണാം. ഓക്കെ. അങ്ങനെ ഗൈസ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് കേക്ക്, നട്ടി ബബിൾ കേക്കാണ്. ഇത്രയും മുട്ടായുണ്ട്. ഫെറോ റോഷർ, ടോബ്ലറോൺ, കിൻഡർ ജോയുടെ ബ്യൂനോ, ട്വിക്സ്, കിറ്റ്കാറ്റ്, സ്നിക്കേഴ്സ്,
ഫ്രൂട്ടല്ല, മെൻഡോസ്, 2 മെൻഡോസ്, ഗ്രേപ്പും മിക്സ്ഡ് ഫ്ലേവറും, ഡയറി മിൽക്ക്, പിന്നെ ട്രഷർ ഹണ്ട് കഴിഞ്ഞ് അതിൻ്റെ വീഡിയോ എടുത്തില്ല, അപ്പം അങ്ങ് എൻജോയ് ചെയ്തങ്ങ് ചെയ്ത്. ഇത് 2 തലേണി കിട്ടി. ഇത് ഞാൻ ഹാരി പോട്ടറിൻ്റെ ബുക്സ് എല്ലാമാണ്. ഞാനപ്പം കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം. അപ്പം കേക്ക് കട്ട് ചെയ്യണ കണ്ടേ അമ്മ പിടി സ്റ്റാർട്ട് ചെയ്താ. ഓക്കെ ഊതിക്കോ. Happy birthday to you. Happy birthday to you. വായി വെച്ച് കൊടുക്കോ. ഞങ്ങളുടെ ആ റൂമിൽ വന്നിട്ട് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാം. അതെ അതെ, അതിനൊരു ഭാഗ്യം തന്നെയാണ്. ആൻറ്റി കൂടെ കട്ട് ചെയ്തോട് കുറച്ച്. അത് മതി, ശകലം മതി മോളെ, ശകലം മതിടാ. അതിന്റെ ശകലം മതി, ശകലം മതി, ഒത്തിരി വേണ്ട. അത്രയൊന്നും കഴിക്കത്തില്ല അവനെ, ശക്കാൻ തന്നാ അമ്മയ്ക്ക് വേണ്ട, ഇത് ഞാൻ കൊടുത്തോളാം. മോളെ വേറെ ഒന്നും കഴിയില്ല. ഗൈസ്, ഒരു കുരങ്ങിനെ കണ്ട കുമളിയിൽ ഞങ്ങൾ വേറൊന്നിനെ കണ്ട്, പക്ഷെ അത് ഓടിപ്പോയി, ഇപ്പത്തെ സൈഡിലുണ്ട്. ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ട്രഷർ ഹണ്ട് കഴിഞ്ഞ്, കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചല്ലോ അല്ലേ. ട്രഷർ ഹണ്ട് അതും കഴിഞ്ഞ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തില്ല, അത് ചെയ്തങ്ങ് എൻജോയ് ചെയ്തു, അപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഗിഫ്റ്റൊക്കെ ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ്. പുറത്തെന്ന് വെച്ചാൽ ഒരു മൂന്നാർ റൂട്ട് വെറുതെ ഒന്ന് പോവാണ്. മൂന്നാറിലേക്ക് പോകുന്നതല്ല, വെറുതെ സമയം അനുസരിച്ച് സമയം ഞങ്ങൾക്ക് ലഞ്ചൊക്കെ വാങ്ങാനുണ്ടേ. അപ്പം 12:30 ലഞ്ച് വാങ്ങി കിട്ടണം, അവിടെ എത്തണം. അതുകൊണ്ട് ആ സമയം അനുസരിച്ച് ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് തിരിച്ചൊക്കെ വരും. അപ്പോൾ ഞാൻ ചെറിയൊരു ലാസയുടെ മാംഗോ ഐസ്ക്രീമൊക്കെ കഴിച്ച്, അപ്പം ഇനി ഇവിടെ നല്ല ഭംഗിയുള്ള ഒത്തിരി കാഴ്ചകളുണ്ട്. ഈ പൂക്കളൊക്കെ നിങ്ങൾ കണ്ടോന്ന് പറഞ്ഞൂടെ. ഞാൻ ഇനിയിപ്പം ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം. ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി കാഴ്ചകളൊക്കെ എടുത്തായിരുന്നു, പക്ഷേ കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അമ്മയുടെ മൊബൈലിലെ സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ ഇപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ ഇനി ഒത്തിരി കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട ഗൈസ്, എന്ത് മനോഹരമായ കാഴ്ചയുന്നുണ്ട്. ഫുള്ള് പച്ചപ്പും ഹരിതാഭയും. ഈ പൂവൊക്കെ കണ്ട ഗൈസ്, എന്ത് ഭംഗിന്ന് കണ്ട. ഈ പൂ നല്ല ഭംഗിയുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ട, വാവ്, ഓഫ്, ഈ കാഴ്ച അൺബിലീവബിൾ, സ്വർഗം കണക്കുണ്ട് ഗൈസ്, അത്രയ്ക്ക് മനോഹരമായ കാഴ്ച. പൂക്കൾ കണ്ട, കഴിഞ്ഞു പോയി, ഞാൻ ക്യാപ്ചർ ചെയ്യാൻ വിട്ടു. ഇതാണ്ട് കണ്ട ഇവിടെ ഒത്തിരി വീടുകളും ഒക്കെ ഉണ്ട്. കണ്ട, വീടും പള്ളിയും ഒക്കെ ഉണ്ട്. ഇവിടെ വലിയ വീടുകളൊക്കെയാ. അതാണ്ട് ചെമ്പരത്തി. അപ്പോൾ ഗൈസ് കണ്ട, നല്ല രസമുണ്ട്. ഒരു പൂ ഇതാണ്ട്, ഈ പൂ ഒത്തിരി ഉണ്ട് ഇവിടെ. കണ്ട, ഒത്തിരി ഇല്ലേ, ഒരു കൊട്ടയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്ത് പൂവാ, അതിൻ്റെ പേരറിയാവോ? നല്ല ഭംഗി. അപ്പം ബാക്കി വല്ല സീനിക് ബ്യൂട്ടി വഴിയിൽ ഞാൻ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം വീട്ടിൽ കാണുമ്പോൾ ഹോം സ്റ്റേയിലെത്തി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ചുമ. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ഇവിടുത്തെ ഗാർഡൻ ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് പോയി കണ്ടിട്ട് വാ. ഓക്കെ, സ്ട്രൈറ്റ് ടു ദ ഗാർഡൻ. അങ്ങനെ കാഴ്ച, ഞാൻ നേരത്തെ ഒരു പൂ കാണിച്ചില്ലേ, അല്ലെ കോളാമ്പി കണക്ക് ഇരിക്കുന്നത്. ആ പൂ ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ മുമ്പിലുണ്ടായിരുന്നു, ഇപ്പോഴാണ് കാണുന്നത്. അതിൻ്റെ ശരിക്കുള്ള പേര് ഉമ്മം എന്നാ. ഇതൊരു ആയുർവേദിക് മെഡിസിൻ്റെ ചെടിയാണ്. കണ്ട, നല്ല ഭംഗിയുണ്ട്.
ഉമ്മം. ഈ ചെടിയും കൊള്ളാം അല്ലേ? ഈ ചെടി നമ്മൾ വർക്കലയിലുണ്ടോ? അതെ. ഓ, ഇത് നല്ല ഭംഗി. ഇത് ഓണത്തിനൊക്കെ ഇടുന്ന കണക്കുണ്ടല്ലേ? ഓണത്തിന് ഇടുന്ന അതേ കണക്കുണ്ട്. വിഷുക്കൊന്ന. വലുതായിരുന്നു ഇത്. ഇതാണ് ഈ ചെടി. ഈ ചെടി വിഷുക്കൊന്ന. അത് കൊടുന്ന് ഇവിടെ ഉണക്കാൻ ചെടി അതിന്റെ അരി എടുത്തിട്ട് ഞങ്ങൾ നല്ല ഭംഗിയുണ്ട്. 2 കളറുള്ള പൂ കണ്ട. അത് നല്ല വിലയല്ലേ? അന്തൂറിയ, വേറെ കളറുണ്ടോ? ജെമേറിയ. ഓ, ഇത് പക്ഷേ നമ്മളവിടെ ഇത് ജെമേറിയ. ഓർക്കിഡ് പടർത്തി വിടണ്ട. ഏതോ ചെടി. ഇത് കണ്ട നല്ല ഭംഗിയുണ്ട്. 2 കളറുള്ള ചെടിയാണ് ഗായ്സ് ഇത്. കണ്ട. ആന്തൂറിയ. 2 കളറുള്ള ഇല. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ അടുക്കിയൊക്കെ ചെയ്യരുത്. മഞ്ഞപ്പൂ. ഇതെന്ത് പോവാ? ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് കളിക്കില്ല. ഇതൊക്കെ നട്ടേക്കുക. ഏത്? ഇവിടെ കണ്ട ചെടികൾ കണ്ട. ഫേർട്ടൈൽ മണ്ണ്, കുഴിയും. നല്ല ഭംഗിയുണ്ട്. നല്ല കിളിയുടെ ഒച്ചയും എല്ലാമായിട്ട് നല്ല സുന്ദരമാണ് ഗൈസ്. അപ്പുറത്തെ വീട്ടിൽ ഏതോ ഒരു മരം ഉണ്ടല്ലോ, എന്താ നോക്കട്ടെ. അത് കൊള്ളാം. പിങ്ക് കളർ എൻ്റെ ഫേവറേറ്റ് കളർ. എന്താണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ചുമ്മാ കണ്ട്. മിനി ഗാർഡൻ. അങ്ങനെ ഗായ്സ്, നിങ്ങൾ ഗാർഡൻ ക്ലിപ്സ് ഒക്കെ കണ്ടല്ലോ. ഇനിയിപ്പം ഞാൻ കാണിക്കാൻ പോവാണ് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് എല്ലാമാണ്. ഓരോന്നായിട്ട് കാണിക്കാം. ഫസ്റ്റ് എനിക്ക് ഇത് മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഹാരി പോട്ടർ മെർമെയ്ഡിൻ്റെ എല്ലാം. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ നിങ്ങൾക്ക് ഓരോന്നായി ഡീറ്റെയിൽഡായി കാണിച്ചു തരാം. ക്യാമറ ഞാൻ അവിടെ സെറ്റ് ചെയ്യട്ടെ. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ക്രിസ്മസിന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. ഇത് കണ്ട. ഇതാണ് എനിക്ക് ഫസ്റ്റ് ട്രഷർ ഹണ്ടിൽ ചെയ്തപ്പോൾ കിട്ടിയ ഗിഫ്റ്റ്. ഉണ്ട്. ഇതെല്ലാം ട്രഷർ ഹണ്ടിൽ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇത് ഞാൻ കണ്ടപ്പോൾ ആദ്യം വെച്ചൊരു സോപ്പാണ്. പക്ഷെ സോപ്പല്ല, മോളി ഓപ്പൺ ഉണ്ട്. പുഷൻ ഓപ്പൺ. ഇതാണ്ട്. നിങ്ങൾ വിചാരിക്കേ മാറ്റ് സ്റ്റിക്സോ ഗിഫ്റ്റ്, പക്ഷേ ഇത് കത്തത്തില്ല. ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും എഴുതിയിട്ട് മായ്ക്കാൻ പറ്റും. യെസ്, ഇതൊരു എറേസറാണ്, മായ്ക്കാൻ പറ്റുന്ന മാറ്റ് സ്റ്റിക്ക്. കണ്ട എന്ത് ഭംഗിന്ന് കണ്ടായത്. അങ്ങനെ പല കളറുണ്ട്. ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ഡാർക്ക് ബ്ലൂ ഉണ്ട്, സ്കൈ ബ്ലൂ. ഓ, ഇങ്ങനെയാണ് കേട്ടോ. ഡാർക്ക് ഗ്രീൻ, ഡാർക്ക് ബ്ലൂ, ഡാർക്ക് ഗ്രീന്, ഡാർക്ക് ബ്ലൂ, ഡാർക്ക് പിങ്ക്, ഡാർക്ക് യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് ബ്ലൂ, ലൈറ്റ് പിങ്ക്, ലൈറ്റ് യെല്ലോ. എല്ലാ ആ 4 പിങ്ക്, ബ്ലൂ, ഗ്രീൻ, യെല്ലോയുടെയും ലൈറ്റും ഡാർക്കും. അങ്ങനെ നല്ല ഭംഗിയുണ്ട്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. ഇതൊരു ചൈനീസ് കുറയാനാണെന്ന് തോന്നുന്നു, കാരണം ഏതോ വേറെ ഭാഷ എഴുതിയിരിക്കുന്നത്. അപ്പം എന്തായാലും ഇത് സൂപ്പറാണ്, എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടു. മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് മനസ്സിലായി സംഭവം എന്താണെന്ന് കാണിച്ചു തരട്ടെ. എന്നിട്ട് ഇത് പുതിയതല്ലേ, ഇത് പഴയതാ. പെൻസിലെടുത്ത് ആ നന്ദം വിട്ടിരിക്കുന്ന വായിനകത്ത് കയറ്റണം. ഇതിൽ ഓൾറെഡി ഷാർപ്ഡാണ്, ഞാൻ ഓൾറെഡി ചെയ്ത് നോക്കിയായിരുന്നു. എന്നിട്ട് ഇതേ ഇങ്ങനെ കറക്കുമ്പം നോക്കണേ,
ഒറ്റ വലി അകത്തേക്ക് വലിക്കും. എന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പം ഷാർപ്പ് ചെയ്യും. എന്നിട്ട് തിരിച്ചൊന്നാക്കുമ്പം പുറത്ത് കിട്ടും. ഓൾറെഡി ഷാർപ്പൻഡാണിത്. പെൻസിൽ ഞാൻ ഇത് വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് ബാക്കിൽ കണ്ടായേ, ബാക്കിൽ നമുക്ക് അഴുക്ക് കിട്ടും. ഇതെടുത്ത് കളയാം. കുറച്ച് അഴുക്കേ ഉള്ളൂ. കണ്ട, ഇത് കളയട്ടെ. പക്ഷെ അഴുക്കും വരുന്നത് എങ്ങനെയാണെന്ന് കണ്ട, ഡസ്റ്റിയാണ്. ഇല്ല, സാധാരണ പോലല്ല. ഇത് സാധാരണ നമ്മൾ ഷാർപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. പക്ഷെ കുറച്ച് വലുതായിട്ടല്ലേ കിട്ടുന്നത്. ഇത് പക്ഷെ ഭയങ്കര പൊടി 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 പോലെ കിട്ടുന്നു. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതെനിക്കിഷ്ടപ്പെട്ട്. നമുക്ക് തിരിച്ച് അതേപോലെ തന്നെ വെക്കണം. ഇപ്പം മെസ്സി ആക്കാൻ പാടില്ല. ഇവിടെ വെച്ചു. അടുത്ത എനിക്ക് കിട്ടിയത് ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. കാരണം എനിക്ക് ചില ബർത്ത്ഡേസിനൊക്കെ ഇത് കിട്ടാറുണ്ട്. അപ്പം എനിക്ക് എൻ്റെ പഴയത് ചീത്തയാവുകയും ചെയ്തേ. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും കാണുമെന്നേ. കാണിച്ചു തരട്ടെ. ടാൻ 2 പില്ലോസ്. ഞാൻ ഓരോന്നോരോന്നായി കാണിച്ചു തരാം. ഇതൊരു യൂണിക്കോൺ, ഒരു റെയിൻബോയുടെ മുകളിൽ പറന്ന് നടക്കുന്നൊരു പില്ലോ ആണ്. കുറേ ക്ലൗഡ്സൊക്കെ ആയിട്ട് ഫാൻസി. ഇത് കുറച്ചുകൂടെ ആനിം ആയിട്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് പില്ലോ ആണ്. ഒരു പക്ക ആനിമേഷൻ മെർമെയ്ഡ്, ഒരു സ്റ്റാർ ഫിഷിനെ പിടിച്ചിരിക്കുന്നത്. അപ്പോഴൊരു സീറ്റി. അപ്പം ഇത് ഞാൻ കൊല്ലത്ത് വെക്കും, ഞാൻ വർക്കലയിൽ വെക്കും. രണ്ടും കൊള്ളാം ഗായ്സ്. അപ്പം അടുത്തതാണ് ലാസ്റ്റ് കിട്ടിയ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന എൻ്റെ ഫേവറേറ്റ് ഗിഫ്റ്റ്. നിങ്ങൾക്ക് കാണേണ്ടത് എൻ്റെ മുകളിലെ ഫോൺ ചാരി വെച്ചേക്കുന്നത്. ഓക്കെ, നല്ല വലുതാണ്. ഞാൻ മൊത്തത്തിൽ കാണിച്ചപ്പോൾ നിങ്ങളത് കണ്ടു കാണും. ഇതൊരു ഹാരി പോട്ടർ സെറ്റാണ് ഗൈസ്. കണ്ട, ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഹാരി പോട്ടറിൻ്റെ ബുക്സ് വേണം. ഇതുവരെ വാങ്ങിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു അവസാനം ബർത്ത്ഡേ കിട്ടി. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലേ. ഹാരി പോട്ടറിൻ്റെ ബുക്ക് 1 ഉണ്ട്, 2, 3, 4, 5, 6, 7. കണ്ട, ശരിക്കും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. റിയലായിട്ട് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? കണ്ട, ഞാൻ ഫസ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. നല്ല മണം. കണ്ട, ഇതാണ് ഫസ്റ്റ് ബുക്ക്. നിങ്ങൾ മിക്കവർക്കും കാണുമായിരിക്കും, ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ടീമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഫസ്റ്റ് ഗിഫ്റ്റ്. അപ്പം അത്രയും ഗിഫ്റ്റാണ് ഗൈസ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കുറച്ച് മുട്ടായൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചല്ലോ. പിന്നെ ഞങ്ങൾ ചെറിയൊരു ബ്രൗൺ കളർ മഫിൻസ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. അത് കേക്കിൻ്റെ മുമ്പിൽ ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ മറന്നുപോയി. നിങ്ങളപ്പം ഇന്ന് ഞങ്ങൾ കേക്കോട് നിൽക്കുന്ന ലാസ്റ്റ് ഡേ ആണ്. നാളെ ഞങ്ങൾ പുറപ്പെടും വർക്കലയിലേക്ക്. ബർത്ത്ഡേ ആണ്ട് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. ഹാപ്പിയാണ്. എനിക്ക് സ്കൂളിൽ നിന്ന് എൻ്റെ ഫ്രണ്ടൊക്കെ തന്നു. നല്ല രസമുണ്ട്. ഇത് നല്ല ക്യൂട്ടായിട്ടില്ലേ. നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഇത്തവണ ഞാൻ കമൻറ്റ്സ് നോക്കുന്നതായിരിക്കും. അപ്പം എൻ്റെ ബർത്ത്ഡേ കമൻറ്റൊക്കെ ഞാൻ കാണിച്ചായിരുന്നു നിങ്ങളെ ഓൾറെഡി. ഇപ്പോൾ സമയം ഏകദേശം എത്രയായി? അതിൻ്റെ ഫോൺ എന്തായാലും നോക്കട്ടെ. 3:41 ആയി. ഇപ്പം നാളെ രാവിലെ ഞങ്ങൾ പുറപ്പെടും. ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിച്ചതെന്ന് അറിയാവേ? അത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച, പക്ഷേ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഉച്ചയ്ക്ക് ഞാൻ നല്ല മട്ടൻ ബിരിയാണി കഴിച്ചു. മട്ടൻ ബിരിയാണി, പിന്നെ പപ്പടം, സലഡും, പിന്നെ എന്താ അച്ചാർ, ലെമൺ പിക്കോ. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ തേക്കടി കഫേ എന്ന് പറഞ്ഞ കഫേയിലാണ് പോയി കഴിച്ചത്. എല്ലാം നല്ല ടേസ്റ്റായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം മുട്ടായും കേക്ക് കഴിച്ച് കേക്ക് കുറച്ച് നമ്മൾ ഇവിടുത്തെ ഉണർന്ന് കൊടുത്ത്, എന്നിട്ട് ബാക്കി കുറച്ച് ഞങ്ങൾക്കുണ്ട്. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. TV ഇട്ടിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഈ ഹാരി പോട്ടർ വായിക്കാൻ തുടങ്ങും. ഇതെനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഹാരി പോട്ടർ നല്ല മണമുണ്ട് ഈ ബുക്സിനൊക്കെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഗായ്സ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ വീഡിയോ, എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ. ഇപ്പം ബർത്ത്ഡേയുടെ ഈവനിങ് ആയി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഡിന്നർ കഴിച്ച് കയറി കിടന്നുറങ്ങും. ഡിന്നർ ഞാൻ വേറെ വീഡിയോയിൽ പറയാം എന്താ കഴിച്ചതെന്ന്. അപ്പം ഇനി ഞങ്ങൾ ഫുൾ എൻജോയ് ചെയ്ത് നാളെ പോലെ ഉണ്ട് നല്ലോണം എൻജോയ് ചെയ്ത് ഹാപ്പിയായി ഇരിക്കാൻ പോവാണ്. അപ്പം
ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ. ബൈ.